ജീത്തു ജോസഫിനും നിർമ്മാതാവും. ബിഗ് ബോസ് മത്സരാർത്ഥികളെ ഓഡിഷൻ ചെയ്യാൻ ജീത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും ഹൗസിലെത്തി. ഇവരുടെ മുന്നിൽ ആദ്യം പെർഫോം ചെയ്യാൻ വന്നത് അർജുനും ശ്രീതുവുമായിരുന്നു. ഫസ്റ്റ് നമ്മ രണ്ടുപേര് അർജുൻ വന്നിരുന്നു കഴിഞ്ഞ് പയ്യെ ക്യാരക്ടറിലേക്ക് കയറിയതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ശ്രീതു ഇമോഷണൽ ആയപ്പോൾ എഴുന്നേറ്റ് നിന്ന് അഭിനയിച്ചതും നന്നായിരുന്നു. ഒരു ഓക്കെ പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെയും. ഇനിയെങ്കിലും ഞാൻ എന്റെ ഇഷ്ടത്തിൽ ജീവിച്ചോട്ടെ. ബിഗ് ബോസ് ജാസ്മിനും ജിൻഡോയ്ക്കും കൊടുത്ത വേഷം അല്പം ട്രോള് പോലെയാണ് തോന്നിയിട്ടുള്ളത്. സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മകളും അതിഷ്ടമില്ലാത്ത അച്ഛനുമായിട്ടായിരുന്നു ഇവരുടെ അഭിനയം. ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് അല്പം പിന്നിലായിരുന്നു. ജാസ്മിന്റെ 2 വർഷത്തെ കണക്കും ജിൻഡോയുടെ അമ്മയെ കണ്ടിട്ട് പോകും എന്ന ഡയലോഗും കുറച്ച് കൂടിപ്പോയിരുന്നു. നോറയും സിജോയും അവതരിപ്പിച്ച സീനിൽ നോറ ചില്ലടിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടും സിജോ ആണെങ്കിൽ ഭയങ്കര ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ജോലിക്കാരനായിട്ടുമാണ് അഭിനയിച്ചത്. സിജോ ആ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തു. നോറയാണെങ്കിൽ സ്പോട്ടിൽ എന്താണ് തോന്നിയത് അതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു അടുക്കും ചിട്ടിയുമില്ലായിരുന്നു. ഇതിൽ ഋഷി കഥ പറയാൻ വന്നയാളും അഭിഷേക് ആണെങ്കിൽ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡ്യൂസറുമായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇവരുടെ പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു. കുറച്ചു നേരം കൊണ്ട് കുറെ കാര്യങ്ങൾ ഇവർ ചെയ്തു. ഇവരുടെ കഥയ്ക്ക് ഒരു തുടക്കവും അവസാനവും ഒക്കെ ഉണ്ടായിരുന്നു. ജീത്തു ജോസഫിന് ഇഷ്ടപ്പെട്ടത് അബി, ഋഷി, നോറ, സിജോ എന്നിവരുടെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഇവര് ഡയറക്റ്റ് ആയിട്ട് അതെടുത്ത് മത്സരാർത്ഥികളെടുത്ത് തുറന്നു പറഞ്ഞൊന്നുമില്ല. ആരെയാണ് സെലക്ട് ചെയ്തതെന്നൊക്കെ മോഹൻലാൽ വരുമ്പോൾ പറയുമെന്നും പറഞ്ഞു.